പ്രേമത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിന്റെയും അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാരി ഫഅതിശ അബൂബക്കർ അത്ശൻ ശദീദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഗുഹയിലാണ്. വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്നു. ഫഖാല റഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഈ പൊട്ടമലയുടെ മുകളിൽ കട്ടിപ്പാറയുടെ ഉള്ളിൽ ഇരിക്കുന്ന എനിക്ക് വെള്ളം വേണം നബിയേ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശികായത്ത് ബോധിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലാ സ്വദ്രിൽ ഗാർ. അല്ലയോ സിദ്ദീഖുൽ അക്ബറേ, ഈ ഗുഹയുടെ മുഖഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് കുടിച്ചിട്ട് വന്നോ നബിയെ, വന്നോ സിദ്ദീഖേ. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഫന്തലഖ്തു ഇലാ സ്വദ്രിൽ ഗാരി. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ നിന്നതാ വെള്ളം കാണുന്നു. അഹ്ലാ മിനൽ അസലി വഅബീദ മിനൽ ലബനി വഅസ്കാ റായിഹതൻ മിനൽ മിസ്കി. ثم عدت إلى رسول الله. തേനിനേക്കാൾ മധുരമുള്ളത്, പാലിനേക്കാൾ വെള്ളയുള്ളത്, അതുപോലെ തന്നെ മനോഹരമായ സുഗന്ധമുള്ള, മിസ്കിനേക്കാൾ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള നല്ല പാനീയം അവിടുന്ന് കിട്ടി. ഞാൻ അവിടുന്ന് കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖേ, വെള്ളം കുടിച്ചോ സിദ്ദീഖ്? അതേ, കുടിച്ചു നബിയേ. അലാ ഉബശ്ശിറക, അലാ, അല്ലയോ സിദ്ദീഖേ, ഞാൻ അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ, സുവിശേഷം പറയട്ടെയോ? ഫഖുൽതു ബലാ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മയും ബാപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഹദീസുകൾ മാത്രം, അവിടുത്തെ കലാമുകൾ മാത്രം സമാഹരിച്ച ഒരു പണ്ഡിതൻ അവിടുന്ന് അതാ നഫഹാത്തുത് ത്വീബി ഫീ നിദാഅത്തിൽ ഹബീബിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചത് കാണാം. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിളിച്ചപ്പോ 200-ൽ പരം തവണ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ രംഗങ്ങൾ ഇമാമുകൾ രേഖപ്പെടുത്തി. അതിലൊന്നിതാണ്, നബിയെ അറിയണം നബിയേ, ഇന്നല്ലാഹ അമറൽ മലക്കൽ മുവക്കല ബി അൻഹാരിൽ ജിനാനി. അല്ലയോ പ്രിയപ്പെട്ട സിദ്ദീഖേ, സ്വർഗത്തിന്റെ നദികളെ കൊണ്ട് ഉത്തരവാദിത്തപ്പെടുത്തിയ മലക്കുകളിൽപ്പെട്ട ഒരാളോട് അല്ലാഹു തആല പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ചെറിയൊരു അരുവി ഇലാ സ്വദ്രിൽ ഗാർ ലി അബീ ബക്കറിന് സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അല്ലയോ സിദ്ദീഖേ, നിങ്ങൾക്ക് വേണ്ടി ഗുഹാമുഖത്തിൽ ആ സ്വർഗീയ അരുവിയിൽ നിന്നൊരെണ്ണം അവിടുന്ന് തുളച്ചു തരാൻ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തതാണ്. മതിയോ സിദ്ദീഖേ? ഇത് ഇമാം മറാകിഷി മിസ്ബാഹുൽ അലാമിൽ ഉദ്ധരിക്കുന്നു. അബൂബക്കർ അൽ ഹൈസമി മജ്മുഉസ് സവായിദ് വ മൻബഉൽ ഫവായിദ് ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ദിയാഉദ്ദീൻ മക്കി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. ഇമാം ബൈഹഖി ദലായിലുൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. മാ യഹ്സീദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമീ നഹറുൻ അലാ നഹ്വി സ്വബാബതി ജാരി. അല്ലയോ ഹബീബായ നബിയേ,
അവിടുത്തെയോടുള്ള അനുരാഗം ഞങ്ങളുടെ സിരകളിൽ ഒലിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രയോഗവൽക്കരിച്ച സ്വഹാബാക്കൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്ത് മുന്നോട്ട് വരുമ്പോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെല്ലാം കൊടുത്ത് മുന്നോട്ട് വരുമ്പോ അവിടുന്നതാ ശത്രുക്കള് ബന്ധനസ്ഥനാക്കി അവിടുന്ന് വീട്ടുതടങ്ങളിൽ വെച്ചിരിക്കുമ്പോഴും വിളിച്ചു, നബിയേ എനിക്ക് വെള്ളം തരണം നബിയേ. ഈ സംഭവം പറയുമ്പോ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഹിസാർ ഉസ്മാൻ എന്ന അധ്യായത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുമ്പോ ഇമാം മറാക്കിഷി മിസ്ബാഹുൽ അലാമിൽ പറയുമ്പോ, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നബി തങ്ങൾ വെള്ളം നൽകിയോ? ഹസറൂക, അവര് നിങ്ങളെ ബന്ധനസ്ഥനാക്കിയിട്ടും വെള്ളം കിട്ടിയോ? വാദൗക, ബുദ്ധിമുട്ടാക്കിയിട്ടും കിട്ടിയോ? വീട്ടിന്റെ ഉള്ളിലായിരുന്നപ്പോഴും കിട്ടിയോ? അതേ, ഇന്നലെ രാത്രി നബി തങ്ങൾ ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഇന്നലെ രാത്രി നബി തങ്ങൾ വന്നിട്ട് എന്നോട് വെള്ളം തന്നിട്ട് ചോദിച്ചു, അല്ലയോ ഉസ്മാനെ, ഈ നോമ്പ് നാളെ എന്നോടൊപ്പം തുറക്കുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ മുഴുവൻ ശത്രുക്കളെയും ഞാൻ നശിപ്പിച്ച് അധികാരം നിങ്ങളുടെ കയ്യിൽ തരണോ എന്ന് നബിതങ്ങൾ ഇന്നലെ രാത്രി എന്നോട് ചോദിച്ചപ്പോ ഞാൻ നബിതങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ തങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാൻ തീരുമാനിച്ചു നബിയേ. അന്നത്തെ ദിവസമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തി കളഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ തെരഞ്ഞെടുത്തതാണത്. ഇന്നെനിക്ക് സ്വർഗത്തിൽ നബി തങ്ങളോടൊപ്പം നോമ്പ് തുറക്കണം. സ്വഹാബാക്കളോട്, കൂട്ടുകാരോട് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞതാണ്. ഇന്നലെ രാത്രി നബി തങ്ങൾ വന്ന് ചോദിച്ചു, എന്നോടൊപ്പം നോമ്പ് തുറക്കുന്നോ? അല്ല, നിങ്ങൾക്ക് ഇവരെല്ലാം മാറ്റിയിട്ട് ഞാൻ മോചനം തരണോ? ഉടനെ ഞാൻ അവിടുന്ന് തെരഞ്ഞെടുത്തത് ഹബീബായ നബി തങ്ങളോടൊപ്പം നോമ്പ് തുറക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേരാനാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബ് മദീനയിലേക്ക് ചേർത്ത് തരട്ടെ. ഹബീബായ നബി തങ്ങളെ പ്രേമിക്കുന്ന നല്ല ഖൽബുകളാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ 2 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച് നമ്മുടെ ഈ സദസ്സിനോട് ഇൻഷാ അല്ലാഹ് അവിടുന്ന് നമ്മുടെ ബന്ധം അറിയിച്ചുകൊണ്ട് തിരുവെളിച്ചം കണ്ട അനുഗ്രഹീത മാസത്തിൽ ഇത്രയും സമുന്നതമായൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകരെ അത്യുന്നതമായി അഭിനന്ദിക്കുകയാണ്. അതിന് തെരഞ്ഞെടുത്തത് കാലഘട്ടത്തിന്റെ ഓളമായി മാറിയ ചെറുപ്പത്തിന്റെ പ്രസരിപ്പിൽ ബാല്യത്തിൽ തന്നെ ഹുബ്ബുർ റസൂൽ എന്ന വിഷയം ആധികാരികമായി കൈകാര്യം ചെയ്യുവാൻ അള്ളാഹു അനുഗ്രഹം കൊടുത്ത പ്രിയങ്കരനായ സുഹൃത്ത് ഫാറൂഖ് നഈമിയെ തന്നെ ഇതിനെ തെരഞ്ഞെടുക്കുകയും നിശ്ചയിക്കുകയും ചെയ്തതിൽ അത്യധികം സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഗൾഫിൽ കഴിഞ്ഞ ദിവസം വരെയും നബിദിന പ്രഭാഷണത്തിന്റെ സമുന്നതമായ പരിപാടി, ഇതുപോലെ 10 ദിവസത്തെ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ച് അനുഗ്രഹം നേടിയ ഒരു വലിയ പ്രതീക്ഷയാണ് നാം ഈ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുദൂർ മജ്ലിസിൽ ഇൽമി അഫ്ളു മിൻ അൽഫി റക്അ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു. നാഫിആയ ഇൽമിന്റെ മജ്ലിസിൽ ഹാജരാകൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാണ്. അത് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ വിളംബരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രവും അവിടുത്തെ പ്രകീർത്തനങ്ങളും അവിടുത്തെ പുകഴ്ചകളുമായി